വോട്ടുവഴിയിൽ മധ്യ കേരളത്തിലെ പര്യടനം തുടരുകയാണ്. ചാലക്കുടി മണ്ഡലത്തിലെ വല്ലത്താണ് വോട്ടുവഴിയിൽ ഇപ്പോഴുള്ളത്. വല്ലത്തെ വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി. വീണ്ടും സ്വാഗതം മീഡിയ വണ്ണിൻ്റെ വോട്ടുവഴിയിലേക്ക്. നമ്മൾ പര്യടനം തുടരുകയാണ്. ഇടുക്കിയിൽ നിന്ന് നമ്മളിപ്പോൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശക്തമായ മത്സരം നടക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇത്തവണ ഏത് രീതിയിൽ ചിന്തിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു കുഞ്ഞു മത്സ്യ മാർക്കറ്റിലാണുള്ളത്. നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്. എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളെക്കുറിച്ച് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമോ, അതോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇന്നസെന്റ് വീണ്ടും എം പി ആയിട്ട് വരുമോ? ഇവിടെ കഴിഞ്ഞ തവണത്തെ മാതിരി തന്നെ ഇന്നസെന്റ് എം പി ആയിട്ട് വരും. അതൊരു 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. നല്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങൾക്ക്? വിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. ജയിക്കുന്നു. എന്താണ് ചേട്ടാ, ഒരു മാറ്റം ഉണ്ടാകുമോ ചാലക്കുടിയിൽ? എനിക്ക് തോന്നുന്നില്ല, ഇന്നസെന്റ് തന്നെയാണ് ജയിക്കാൻ സാധ്യത. ചേട്ടാ, UDF കൺവീനർ തന്നെയാണ് ഇന്നസെന്റിന് വേണ്ടി ഇവിടെ എതിരായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജയം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് UDF ബെന്നി ബെഹനാനെ ഇറക്കിയിരിക്കുന്നത്. ജയസാധ്യത ഉണ്ടോ അദ്ദേഹത്തിന്? ഇവിടെ 100% UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ജയിക്കും. കാരണം ഇവിടെ ഇന്നസെന്റ് കഴിഞ്ഞ 5 വർഷം ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇതുവരെ ഇന്നസെന്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. MP കാണാനേ കിട്ടുന്നില്ല എന്നാണ് ഒരു ഭാഗം. MP എപ്പോഴും ഇവിടെ ഉണ്ട്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇവിടെ 100% ഇന്നസെന്റ് തന്നെ ജയിക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്ന സർവേ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. എല്ലാവരും പറയുന്ന ഇന്നസെന്റ് ജയിക്കും. എന്തായാലും നല്ല രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഇന്നസെന്റിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ, അതോടൊപ്പം അദ്ദേഹം MP നാട്ടിലില്ല എന്നുള്ള ഒരു വിമർശനം മറുവിഭാഗം ഉയർത്തുന്നുണ്ട്. എന്തായാലും ശക്തമായ രാഷ്ട്രീയ മത്സരം നടത്തുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. ചാലക്കുടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വോട്ട് വഴി തുടരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് വിടാം.